നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഎസിൽ വീണ്ടും വിമാന ദുരന്തം. ദക്ഷിണ അരിസോണയിൽ 2 ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പ്രാദേശിക സമയം ഇന്നലെ രാവിലെയായിരുന്നു അപകടം. വിമാനങ്ങൾ പറക്കലിനിടയിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചെന്ന് ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് അറിയിച്ചു. അപകട കാരണം വ്യക്തമായിട്ടില്ല. യുഎസിൽ 1 മാസത്തിനിടെ ഇത് 4ാമത്തെ വിമാനാപകടമാണ് സംഭവിക്കുന്നത്. ഒരു ദിവസം മുൻപാണ് കാനഡയിൽ വൻ അപകടമുണ്ടായത്. പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് 3:30 ടൊർണാട്ടോ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിനിടയിൽ ഡെൽറ്റ 4819 യാത്രാ വിമാനം തലകീഴായി മറിഞ്ഞ് 19 യാത്രക്കാർക്ക് പരിക്കേൽക്കുകയായിരുന്നു. 4 ക്യാബിൻ ക്രൂ അടക്കം 80 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. യുഎസിലെ മിനിയാപിൽസിൽ നിന്ന് ടൊർണാട്ടോയിലെത്തിയ ഡെൽറ്റ 4819 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച അരിസോണയിൽ ഗായകൻ വിൻസ് നീലന്റെ ഉടമസ്ഥയിലുള്ള ഒരു സ്വകാര്യ ജെറ്റ് റൺവേയിൽ നിന്ന് തെന്നിമാറി ബിസിനസ് ജെറ്റുമായി കൂട്ടിയിടിച്ച് ഒരു പൈലറ്റ് മരിച്ചു. ജനുവരിയിൽ വാഷിംഗ്ടണിലെ റൊണാൾഡ് റെയിൻ നാഷണൽ എയർപോർട്ടിൽ യാത്രാ വിമാനം ഹെലികോപ്റ്ററിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 67 പേരാണ് മരിച്ചത്. കൂട്ടിയിടിക്ക് 30 സെക്കൻഡ് മുൻപ് എയർ ട്രാഫിക് കൺട്രോൾ ഹെലികോപ്റ്ററിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല.